നമ്മൾക്ക് നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്. അതേ മദിയൻ ഗോത്രക്കാരെ കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. ഫിർഔനെ കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാവരും ശക്തരും സുഖ സൗകര്യങ്ങളിൽ വിഹരിച്ചവരും അവർ അക്രമികളുമായിട്ടുള്ള ഒരു ജനതയായിക്കൊണ്ടാണ് നമ്മൾക്ക് അല്ലാഹു തആല പരിചയപ്പെട്ട് തന്നിട്ടുള്ളത്. അല്ലാഹു തആല അവന്റെ മഹത്തമായ കിതാബിൽ നമ്മെ അറിയിച്ചു തന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവർക്ക് കൊല്ലങ്ങളോളം വർഷങ്ങളോളം സുഖ സൗകര്യങ്ങളെ നാം നൽകിയെങ്കിൽ, അവർ സുഖ സൗകര്യങ്ങളിൽ വിഹരിക്കാൻ വിടുകയാണ് എങ്കിൽ, എന്നിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ശിക്ഷ അവരിലേക്ക് വരികയും, അങ്ങനെ ആ ശിക്ഷ വന്നതിന് ശേഷം അവർ ഏതൊരു സുഖത്തിലായിരുന്നുവോ ഏതൊരു സൗഖ്യത്തിലായിരുന്നുവോ അതവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ? യാതൊരു ഉപകാരവും അവർക്ക് ഉണ്ടാക്കുകയില്ല എന്നാണ് അല്ലാഹു തആല നമ്മെ അറിയിച്ചു തരുന്നതായ കാര്യം. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമെല്ലാം ഏറെ ചിന്തിക്കേണ്ട ഒരു മഹത്തമായ ഒരു ആയത്താണ്. അതായത് അള്ളാഹുവിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു തആല സുഖ സൗകര്യങ്ങൾ നൽകി, സൗഖ്യങ്ങൾ നൽകി. നമ്മൾക്ക് നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്. അതേ മദിയൻ ഗോത്രക്കാരെ കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. ഫിർഔനെ കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാവരും ശക്തരും സുഖ സൗകര്യങ്ങളിൽ വിഹരിച്ചവരും അവർ അക്രമികളുമായിട്ടുള്ള ഒരു ജനതയായിക്കൊണ്ടാണ് നമ്മൾക്ക് അല്ലാഹു തആല പരിചയപ്പെട്ട് തന്നിട്ടുള്ളത്. അവർക്കും എവിടെ പോയി? അവരുടെ ചരിത്രങ്ങൾ എന്തായതാണ് നമ്മളെല്ലാവരും കാണുന്നുണ്ടോ? ഇന്ന് എന്തെങ്കിലും അവരുടെ ആധാറുകൾ ബാക്കിയായിട്ടുണ്ടോ? നോക്കൂ, നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത, അവർ നമ്മളെക്കാളും ലോകത്ത് അങ്ങനെ ഒരു ജനത അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ദീർഘായുസ് നൽകി. ആയുഷുകൾ എന്തിനാ? നൂഹ് അലൈഹിസ്സലാം 950 വർഷം, 1000-ൽ നിന്ന് 50 വർഷം കുറവ്, അത്രയും ദഅവത്ത് ചെയ്തു. അത്രയും നീണ്ട ആയുഷുകൾ അല്ലാഹു തആല അവർക്ക് നൽകി. പല അനുഗ്രഹങ്ങളും നൽകി. വലിയ വലിയ ബിൽഡിങ്ങുകൾ അവർ ഉണ്ടാക്കിയിരുന്നു. എന്നാലോ അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോ, ആ ശിക്ഷ വരുന്ന ആ തുടക്കത്തിൽ തന്നെ അവർ മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? അല്ലാഹു തആല പറഞ്ഞു, ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ. നൂഹ് അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ദാ ഞാൻ തോക്കാൻ പോവുകയാണ്, ഞാൻ പരാജിതനായി പോവുകയാണ്, നീ എന്നെ വിജയം തരണം, നീ എന്നെ സഹായിക്കണം, എന്നെ നീ രക്ഷപ്പെടുത്തണമെന്നാണ്. അപ്പോൾ അല്ലാഹു തആല എന്താ ചെയ്തത്? ഫഫതഅന അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. കുത്തിച്ചൊരിയുന്ന വെള്ളവുമായി ആകാശത്തിന്റെ കവാടങ്ങളെ അല്ലാഹു തആല തുറന്നു എന്നാണ്. വഫജ്ജർനൽ അർള ഉയൂന ഫൽതഖൽ മാഉ അലാ അംറിൻ ഖദ് ഖുദിർ. ഭൂമിയുടെ ഉറവകൾ പുറപ്പെടുവിച്ചു. ഭൂമി അതിന്റെ വെള്ളത്തെ പുറത്തു തള്ളി. അങ്ങനെ ഈ രണ്ട് വെള്ളങ്ങളും കൂട്ടി സന്ധിച്ചു ഒരു നിർണയിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിന് വേണ്ടി. വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ. ആണികളും പലകകളുമുള്ള കപ്പലിൽ നൂഹ് അലൈഹിസ്സലാമിനോട് വിശ്വസിച്ചിട്ടുള്ള ആളുകളെയും വഹിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. യജ്രി ബിഅയുനിനാ തജ്രി ബിഅയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. ധിക്കരിച്ച് നിഷേധിച്ച് തള്ളിയിട്ടുള്ള ആ നൂഹ് അലൈഹിസ്സലാമിന് പ്രതിഫലം എന്നോളം അല്ലാഹു തആലയുടെ മേൽനോട്ടത്തിൽ ആ കപ്പൽ സഞ്ചരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത്, വലഖദ് തറകന ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ ഫകൈഫ കാന അദാബി വനുദുർ. ദാ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആരെങ്കിലും ചിന്തിക്കാനുണ്ടോ? അവർക്ക് ദൃഷ്ടാന്തമായി ഞാൻ ഇതാ ബാക്കി വെച്ചിരിക്കുന്നു നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം ദൃഷ്ടാന്തമായി, ആയത്തായി ഞാൻ ബാക്കി വെച്ചിരിക്കുന്നു. ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. എങ്ങനെയാണ് എന്റെ ശിക്ഷയും എന്റെ താക്കീതും നോക്കാൻ വേണ്ടി എന്നാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ മകനത് പ്രയോജനപ്പെട്ടോ? അഹങ്കരിച്ചു, ധിക്കരിച്ചു. നൂഹ് അലൈഹിസ്സലാമിന്റെ മകനോട് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ബുനയ്യ ഇർകബ് മാന, നീ ഞങ്ങളോട് കൂടെ കയറണം, കപ്പലിൽ കയറ്. വലാ തകും മിനൽ കാഫിരീൻ, നീ കാഫിരീങ്ങളിൽപ്പെട്ടവൻ ആവരുത് എന്നാണ്. അപ്പോൾ മകനോ അഹങ്കാരത്തോടെ പറഞ്ഞു, ഖാല സആവി ഇലാ ജബലിൻ യഅസുമുനി മിനൽ മാ. ആ വെള്ളത്തിൽ നിന്ന് രക്ഷ തേടുന്നതായിട്ടുള്ള ആ മലയിലേക്ക് ഇതാ ഞാൻ എന്ത് ചെയ്യും? ഞാനിതാ രക്ഷ തേടിക്കൊണ്ട് പോകും, അഭയം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംറില്ലാഹ് ഇല്ലാ മൻ റഹീം. അല്ലാഹുവിന്റെ കാരുണ്യം ആർക്കാണോ കിട്ടിയിട്ടുള്ളത് അവരെല്ലാതെ ഇന്ന് രക്ഷപ്പെടുകയില്ല.
അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ കാരുണ്യം ആർക്കാണോ ലഭിച്ചത് അവരെല്ലാം എന്താ സംഭവിച്ചത്? ഫഹാല ബൈനഹുമാ മൗജ് വകാന മിനൽ മുഗ്റഖീൻ. അവർക്കിടയിൽ തിരമാലകൾ മറയിട്ടു. മുങ്ങി നശിക്കുന്ന ആളുകളിൽ കൂട്ടത്തിൽ മോനും പെട്ടു. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. എവിടെ പോയി സഹോദരങ്ങളുടെ അവരുടെ ആയുഷ്? എവിടെ പോയി അവരുടെ പത്രാസ്? എവിടെ പോയി അവരുടെ അഹങ്കാരം? എവിടെ പോയി? ഒന്നാമത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർ അതെല്ലാം മറന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും മറക്കുമെന്നാണ്. ഒന്നും തന്നെ ഓർമ്മയുണ്ടാവുകയില്ല. അള്ളാഹുവിനോട് രക്ഷ മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ.